നമസ്കാരം. ഇലക്ട്രിക് വെഹിക്കിളുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിരിക്കുന്ന ഈ അവസ്ഥയിൽ പലപ്പോഴും ഇലക്ട്രിക് വെഹിക്കിൾ ഓണേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നത് ചാർജിങ് സ്റ്റേഷനുകളുടെ അപര്യാപ്തിയാണ്, അതല്ലെങ്കിൽ ലഭ്യത കുറവാണ്. ചാർജിങ് സ്റ്റേഷനുകൾ ധാരാളമുണ്ട്, പക്ഷെ അത് എവിടെയെന്ന് നമുക്കറിയില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ യാത്ര എന്ന് പറയുന്നത് ഈ ചാർജിങ് സ്റ്റേഷനുകൾ തേടിയുള്ള ഒരു യാത്രയാണ് ഈ ഒരു സീരീസിലൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ യാത്ര മെയിനായിട്ടും എൻ്റെ കയ്യിലുള്ള വണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു EV കോമറ്റ് വണ്ടിയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ എൻ്റെ യാത്ര പ്രധാനമായിട്ടും AC Type 2 ചാർജർ തേടിക്കൊണ്ടുള്ള യാത്രയാണ്. അപ്പോൾ അവിടെ DC ചാർജറിൻ്റെ വിവരം ഞാൻ പറയാം. കാരണം DC ചാർജേഴ്സ് കേരളത്തിൽ ധാരാളമുണ്ട്. ഈ രണ്ട് തരം ഓപ്പറേറ്റേഴ്സാണുള്ളത്. ഒന്ന് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അനർട്ടും അല്ലെങ്കിൽ KSEBയും നൽകുന്ന പബ്ലിക് സെക്ടറിലുള്ള രണ്ട് ചാർജിങ് സ്റ്റേഷൻ, പബ്ലിക് സെക്ടറിൻ്റെ കീഴിലുള്ള ചാർജിങ് സ്റ്റേഷൻസും, അതുപോലെ സ്വകാര്യ മേഖലയിലുള്ള ടാറ്റ, അതുപോലെ ഒരുപാട് ഈസിഗോ, അങ്ങനെ ഒരുപാട് കമ്പനികൾ സ്വകാര്യ മേഖലയിലും ചാർജിങ് സ്റ്റേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സ്വകാര്യ മേഖലയിൽ ചാർജിങ് സ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലാഭം മാത്രം നോക്കി പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടാൻ സാധ്യത ഉള്ളത് DC ചാർജിങ് ആണ്. അതുകൊണ്ട് തന്നെ അവർ DC ചാർജിങ് സ്റ്റേഷൻസ് മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ DC ചാർജിങ് യൂണിറ്റുകൾ മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അവിടെ നമുക്ക് AC വണ്ടികൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ കോമറ്റ് EV പോലുള്ള AC വണ്ടികൾ അവിടെ കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കില്ല. DC വണ്ടികൾ മാത്രമേ അവിടെ ചാർജ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതൊരു ലിമിറ്റേഷനാണ്. അപ്പോൾ AC വണ്ടി, ഇപ്പോൾ കോമറ്റ് അതുപോലെ ഒരുപാട് വണ്ടികളുണ്ട് AC ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് ഈ പ്രൈവറ്റ് സ്വകാര്യ മേഖലയിലുള്ള ചാർജിങ് സ്റ്റേഷനുകളിൽ പോയിട്ട് കാര്യമില്ല, അവിടെ AC ചാർജിങ് ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് സർക്കാരിൻ്റെ കീഴിലുള്ള ഇതുപോലുള്ള അനർട്ടിൻ്റെ കീഴിലുള്ള ചാർജിങ് സ്റ്റേഷനുകളോ അല്ലെങ്കിൽ KSEBിയുടെ കീഴിലുള്ള ചാർജിങ് സ്റ്റേഷനുകളോ പോയാൽ മാത്രമേ നടക്കുള്ളൂ. അതല്ലെങ്കിൽ KSEBിയുടെ തന്നെ എല്ലാ പോസ്റ്റുകളിലും ഇപ്പോൾ ചാർജിങ് സ്റ്റേഷൻ മിക്ക ഒരുപാട് KSEBിയുടെ പോസ്റ്റുകൾ ഈ ചാർജിങ് സ്റ്റേഷനുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ചാർജിങ് സ്റ്റേഷനിൽ പോയാൽ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ആലുവ എറണാകുളം റൂട്ടിൽ കളമശ്ശേരിക്ക് അടുത്തുള്ള മുട്ടം എന്ന സ്ഥലത്തുള്ള അനർട്ടിൻ്റെ ചാർജിങ് സ്റ്റേഷൻ, ഈ സ്റ്റേഷൻ്റെ ചിത്രം നമുക്കൊന്ന് കാണാം. ഇതാണ് ഈ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ചിത്രത്തിൽ കണ്ട പോലെ തന്നെ DC ചാർജിങ് ഉണ്ട്, AC ചാർജിങ് ഉണ്ട്. നമുക്ക് അവയിൽ നിന്ന് കൂടുതൽ അടുത്ത് പരിചയപ്പെടാം. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് AC ചാർജിങ് ആണ്. അതിപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി. ഇത് കോമറ്റ് EV ആണ്. ഇതിനകത്ത് AC ചാർജിങ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് AC ചാർജിങ് ഉള്ള ഒരു സ്റ്റേഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവസാനം കറങ്ങി ഈ ഒരു സ്റ്റേഷനിലെത്തിയത്. DC ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ധാരാളം സ്ഥലത്തുണ്ട്. എല്ലാ സ്വകാര്യ ഏജൻസികളും സ്വകാര്യ സംരംഭങ്ങളും നൽകുന്നത് ഇത്തരത്തിലുള്ള DC ചാർജിങ് സ്റ്റേഷനുകളാണ്. പക്ഷേ AC നൽകുന്നത് വളരെ അപൂർവമുള്ളൂ. അതിലൊന്നാണ് AC നൽകുന്നത് അപൂർവം അല്ല. AC നൽകുന്നത് രണ്ട് ഏജൻസികൾ, ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് സെക്ടറിൻ്റെ കീഴിലുള്ള അനർട്ടിൻ്റെയും KSEBിയുടെയും ചാർജിങ് സ്റ്റേഷനുകൾ മാത്രമാണ് ഇതുപോലുള്ള AC ചാർജേഴ്സ് ഉള്ളൂ. ഇത് തന്നെ AC ചാർജർ. ഇത് 7.4 kVയുടെ ചാർജറാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വണ്ടി ഇവിടെ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുള്ളത്. എൻ്റെ വണ്ടി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് AC. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ DC കൂടി ഉണ്ട്. അതെല്ലാം DC യൂണിറ്റുകളാണ്. ഇതൊരു DC യൂണിറ്റാണ്. ഈ DC യൂണിറ്റിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും 2 ഗണ്ണുണ്ട്. അതായത് 30 kVയുടെ 30 kVൻ്റെ CCS2 ഗണ്ണുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ഗണ്ണ് ഇവിടെയും ഇവിടെ രണ്ടാമത്തെ ഗണ്ണ്, 2 ഗണ്ണുകളാണ് ഇവിടെ ഉള്ളത്. ഇത് CCS2 ടൈപ്പാണ്. അനർട്ടിൻ്റെ കീഴിലുള്ള ഇവിടെ 2 ഗണ്ണുകളുണ്ട്. അതുപോലെ തന്നെ ഇതിന് തൊട്ടപ്പുറത്ത് ഞാൻ പറഞ്ഞു വേറെ ഒരു ചാർജിങ് യൂണിറ്റ് കൂടി ഉണ്ട്. അതിനകത്തും നമുക്കിതുപോലെ അതിനകത്ത് 2 ഉണ്ട്. അത് DC മാത്രമല്ല AC ഉള്ള ഒരു ഇതാണ്. ഇവിടെ സെക്കൻഡ് യൂണിറ്റിനകത്ത് DC ഉണ്ട്, DC Type 2 ചാർജിങ്. അത് 30 kVയുടെ തന്നെയാണ് ഉള്ളത്. 30 kVയുടെ ഒരു DC ചാർജിങ് യൂണിറ്റ് ഉണ്ട്. കൂടാതെ ഇതിന് കൂടെ DC2 AC1, അതായത് 2 Type 2 ഉണ്ട്, DC ഉണ്ട്, CCS2ൻ്റെ ഉണ്ട്, AC Type 2 ചാർജിങ് സ്റ്റേഷൻ 2 ഉണ്ട് ഈ യൂണിറ്റിനകത്ത്. അതായത് ഈ യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 2 തരം വണ്ടികൾ ചാർജ് ചെയ്യാം. AC ചാർജ് ചെയ്യേണ്ടവർക്ക് AC ചാർജ് ചെയ്യാം, DC ചാർജ് ചെയ്യുന്നവർക്ക് DCയും ചാർജ് ചെയ്യാം. ഇത് കൂടാതെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതുപോലെ പ്ലഗുകൾ വെച്ചിട്ടുണ്ട്. നമുക്കിനിപ്പോൾ സ്കൂട്ടറുകൾ ചാർജ് ചെയ്യുന്ന, ഇലക്ട്രിക് ബൈക്കുകൾ ചാർജ് ചെയ്യണമെങ്കിൽ, ഓട്ടോറിക്ഷകൾ ചാർജ് ചെയ്യണമെങ്കിൽ ഇതിനെല്ലാം ഈ പ്ലഗുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇവിടെ പ്രധാനമായും കൊടുത്തിട്ടുള്ള 3 സോക്കറ്റുകളാണ്. 3 സോക്കറ്റുകൾ ഇൻഡസ്ട്രിയൽ ടൈപ്പ് സോക്കറ്റുകളാണ്. കമേഴ്ഷ്യൽ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്നതല്ല, ഇൻഡസ്ട്രിയൽ ടൈപ്പ് സോക്കറ്റുകളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻഡസ്ട്രിയൽ ടൈപ്പ് സോക്കറ്റുകളാണുള്ളത്. ഇൻഡസ്ട്രിയൽ ടൈപ്പ് സോക്കറ്റുകളുള്ള പല ഓട്ടോറിക്ഷകളുടെയും ചാർജർ ഇൻഡസ്ട്രിയൽ ടൈപ്പാണ്. അപ്പോൾ അവർക്ക് ഡയറക്റ്റ് കുത്താം. അല്ലാത്തവർക്ക് വേണ്ടി സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് കൺസ്യൂമറായ പ്ലഗുകളാണ് നിങ്ങളുടെ
ചാർജറിനുള്ളെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി അവർ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു അഡീഷണൽ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ EZ4EV എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുള്ളൂ. EZ4 ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ചാർജ് ചെയ്യിക്കും. ഇത് ഭാരത് AC1 എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. 3.3 kV ചാർജേഴ്സാണ് ഈ ഇൻഡസ്ട്രിയൽ പ്ലഗ് ഉപയോഗിച്ചുള്ളത്. ഇത് ഇൻഡസ്ട്രിയൽ പ്ലഗ് ഡയറക്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് കുത്താം, അതല്ലെങ്കിൽ അവന് തന്നെ അഡാപ്റ്റർ തന്നിട്ട് സാധാരണ നിങ്ങളുടെ ചാർജർ ഉപയോഗിച്ചോ നമുക്കിത് ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട അനർട്ടിൻ്റെ ഒരു സ്റ്റേഷനാണ്, അതായത് കളമശ്ശേരി മുട്ടത്തുള്ള ഒരു സ്റ്റേഷനാണ്. ആലുവ എറണാകുളം റൂട്ടിൽ കളമശ്ശേരി മുട്ടത്തുള്ള അനർട്ടിൻ്റെ ചാർജിങ് സ്റ്റേഷനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സ്റ്റേഷനുമായിട്ട് പരിചയപ്പെടാം. താങ്ക് യു.